അപ്പൊ അതുകൊണ്ട് പറയാനുള്ള കാരണം എന്നാൽ അമ്മ മനസ്സിലാക്കണം. അപ്പോ അമ്മ എന്താ ആരാധന ആ ഭാരം എന്തായാലും അമ്മ എന്നെ വഴിക്ക് ഇങ്ങനെ ആ വായുണ്ടായി വായിക്കുന്ന ആ വിമസനൻ അമ്മയെ അയാൾക്കറിയാം രാത്രി അവൻ പുറത്ത് കഴിക്കുന്ന ആദ്യം
അപ്പൊ ഉച്ചതനുവായിരിക്കുന്ന ഭീമസേനന്റെ ആ ശരീരത്തിന്റെ വലിപ്പവും പിന്നെ ചൊവ്വന്റെ അളവും ആരാ അമ്മയും. അപ്പൊ ഇത്രയും അളവ് കഴിച്ചു വേണം ആ വെളിച്ചെണ്ണ വരാൻ. ഇവര് അസംഖ്യ നടന്നില്ല. അവർക്ക് ഇത് ആരാ പുറത്തു പോയി എല്ലാവരും ഓരോ തരത്തില് അവർക്ക് എഴുതോ അയാളുടെ പിന്നില് ആ കടൽ തൂക്കം പോയി ആ വിദ്വാൻ പിന്നിൽ നടന്നാൽ നമുക്ക് കൊടുക്കുന്ന അയാൾ എന്തായാലും അത്രയും നമ്മളോ എപ്പോഴും പോകാതെ. അപ്പൊ അയാള് വീടിന്റെ അടുപ്പിന് ഈ വെളുത്തുള്ള കിട്ടില്ല. അസംഖ്യ ആൾക്കാരിന്റെ മുമ്പ് ആ ഓരോ ഒരാൾ പിന്നിൽ വിളിക്കാതെ ആ മുമ്പിൽ നടക്കുന്ന ആണെന്ന് വിളിച്ച് നടക്കുന്ന പോലെ എല്ലാവരും മുമ്പിൽ ഓരോരുത്തരില്ലേ ഇത് ആയിരിക്കും. അപ്പോ തിരിച്ചറിയാനായിട്ടാണ് നാമമാക്കിയിരിക്കുന്നത്, പേരുകൊണ്ടാക്കിയിരിക്കുന്നത്. അപ്പോ അനവധി ആളുകൾ തോന്നുന്ന വരാൻ പ്രത്യേകമായിട്ട് അറിയുന്നത് വേണം അയാളുടെ പേര് വിളിക്കണം. അർത്ഥവാദൊക്കെ വളരെ എല്ലാവരെയും പരിചയപ്പെടാൻ ഇല്ല. അപ്പോ പരിചയപ്പെട്ട കൂട്ടത്തില് അയാള് എന്ത് പേരിട്ടാണ് നോക്കുന്നല്ലോ ഇല്ല. അപ്പൊ പരിചയിക്കാത്തതാണ് എന്നോട് പറഞ്ഞില്ല. അവർക്കൊരു വേദനകളും ഇല്ല. അയാൾക്ക് മനസ്സിലാവണം അയാളെ വിളിക്കാനുള്ളത്. അയാളുടെ ശരീരം അതൊക്കെ വിളിച്ചാൽ പോയിരിക്കുന്നതാ. എടോ ഒന്നാം ബ്രാഹ്മണ താൻ മനസ്സിലായിട്ട് പിന്നീട് നടത്താൻ കരിക്ക് പൊളിച്ചു വെക്കാം, കരിക്ക് പൊളിച്ചു വെക്കാം. വിളിച്ചു പറഞ്ഞപ്പോ ഈ പറയുന്നത് കേൾക്കുന്നത് അദ്ദേഹം മനസ്സിലായി ബാക്കിയുള്ളവരൊക്കെ സാധാരണക്കാരാ. അപ്പൊ അതുകൊണ്ട് എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് കടപ്പുള്ളി വിശ്വനാഥ ബ്രാഹ്മണനല്ലോ ഒന്ന് സംസ്കാരത്തിലല്ലേ ഞാൻ പ്രവർത്തന കേട്ടോ. അയാൾക്ക് ഒരു കൂട്ടത്തിൽ കേട്ടോ നമ്മളെ അത് വേറെ എന്താ പറയുന്നത്? തെക്ക് വടക്ക് വീശക്കാരാ ഇങ്ങനെ പലതരത്തിലും ആരാധനക്കാരൻ ഇന്ന് പലതരത്തിലുള്ളതായ ഭീമവാദങ്ങളെ കൊണ്ട് ആ ഭീമം തന്നെ ഈ ഗ്രാമങ്ങളുടെ ഓരോരുത്തർക്കും ഇങ്ങനെ ഒരു വിധത്തില് കാട്ടി കാത്ത് തപ്പിത്തട്ട് ഗംഗാനദിയുടെ ആ തീരത്തിന്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ അത് അതിശയിക്കുക. ബ്രാഹ്മണരൊക്കെ അവിടെ ആ അർദ്ധരാത്രി സമയത്ത് ഗന്ധർവന്മാരുടെ യാമത്തിൽ ചിത്രരഥന്റെ പേരായിരിക്കുന്ന ഗന്ധർവൻ ആ കുറെ ഗന്ധർവന്മാരും എല്ലാവരും കൂടി വന്ന് ആ ഗംഗയിൽ സ്നാനം ചെയ്ത് തിരിച്ചു കൊടുക്കുന്ന സമയം അപ്പോഴാണ് ഇവരെല്ലാവരും അത് അവരുടെ യാമത്തിൽ ആ യാമത്തിൽ സന്തോഷം പറയുന്നതാണ്. അതുകൊണ്ട് ആ ഗന്ധർവന ചിത്രരഥ
എന്നെ ഞങ്ങളുടെ ഗ്രാമത്തിൽ ആരാ മനുഷ്യരെ എടുക്കുന്നത് നാമോ ഈ ഗന്ധർവന്റെ ആക്രമണം കൊണ്ട് എല്ലാവരും സിദ്ധിയോടും ബ്രാഹ്മണന്മാർക്ക് ഉദ്ധരിക്കാൻ സാധിക്കുമോ? ഒന്നും സാധിക്കില്ല. എന്താ ചെയ്യുന്നത്? ആരാണ് രക്ഷിക്കുക? മധ്യഭാഗനായി വിചാരീരനായിരിക്കുന്ന അർജുനന്റെ അവസ്ഥ എന്താ എന്നുവെച്ചാൽ ആരാ വെല്ലുവിളിക്കുന്നത്? ആരെ വെല്ലുവിളിക്കുന്നത്? മധ്യഭാഗനായി വിചാരീരനായിരിക്കുന്ന അർജുനോ ബ്രാഹ്മണ വേഷം മാത്രമേ പോകും. അതാ സ്ഥായിയായിട്ടുള്ള ഭാവമാണല്ലോ. അപ്പോ ആരെങ്കിലും ഒരാൾ ഉള്ളിൽ വന്നു അതുകൊണ്ട് ഇവര് പ്രകടമാവോ തന്നെ വേഷം പ്രസന്നമാവോ പ്രകടമാവോ ആലോചിക്കുക. എന്താണോ ഉചിതമായിട്ടുള്ളത് പ്രവർത്തിക്കാനുള്ള. അപ്പൊ അതുകൊണ്ട് അതിന് യാതൊരു സംശയം കാര്യമില്ല. അങ്ങനെ കഴിഞ്ഞ കടക്കൂലിനെയാണ് അവർക്ക് കിട്ടിയ ആയുധം. ആരാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വിളിപ്പിക്കാനായിട്ടുള്ളത്. ആ ശരീരത്തിലേക്ക് പോകുമ്പോ തന്റെ കയ്യിലിരിക്കുന്നതായ കടക്കുള്ളില് ആഗ്രഹയാസ്ത്രം അഭിമുഖിച്ചു. ആ അസ്ത്രത്തിന്റെ ശക്തി കൊണ്ട് കടക്കുള്ളി അസ്ത്രമായി മാറിയ കലാമാരോട് വീഴുന്നതായ അഗ്നിയോട് വീഴുന്നതായ അസ്ത്രം അവന്റെ നേരെ ശക്തിയിലേക്ക് തന്നോ പ്രയോഗിച്ചു. പ്രയോഗിച്ച് പറഞ്ഞേക്കാൻ വിചാരിക്കുന്നതാണ് അസ്ത്രമായിട്ട് വരുന്നത്. ഇനി എന്താ വേണ്ടത്? ഓടാൻ തുടങ്ങി. അത് ഓടിക്കൂടി എവിടെ പോയാലും ആ മോഹമായിരിക്കുന്ന അസ്ത്രം യാതൊരു കുസൃതിയായിരിക്കുന്ന അവരുടെ കാര്യത്തിനെ എവിടെ നിന്നോ അവിടെ അവനെ ലോകത്തോടെ ഓടാൻ തുടങ്ങി. എവിടെ പോയാലും അത് അവസാനം എന്തെങ്കിലും എവിടെയാണ് ഇവിടെ ഇങ്ങനെ അവസാനം അവർ എത്തിയതെല്ലാം കഴിയുന്നത് സാധാരണ ആ അസുഖത്തെ രക്ഷിക്കണേ. ആഘോഷിക്കുന്ന സമയത്ത് സകല രാജാക്കന്മാരെ അവർക്കൊന്ന് വരട്ടെ വേണം. പ്രദേശത്തുള്ള ആളുകൾക്ക് എത്തിച്ചേരാനായിട്ട് ഒരു വിവാഹം വേണം. അതിനകത്ത് സൗകര്യങ്ങൾ വേണം. എല്ലാവരും മക്കളും പറ്റില്ല. ഓരോ പ്രദേശത്തുനിന്ന് വാഹനങ്ങളോ ഒരുക്കി വാഹനങ്ങളോ ആദ്യം ചോദിക്കാം. അപ്പൊ അതുകൊണ്ട് ഇവിടെ മഹാരാജാവ് ഉത്തരേന്ത്യ ഏമായിട്ട് വളർന്നു കൂടുമ്പോ ഈ നദി ഇവിടെ നദിയുണ്ട്. പാചാരറിയാം ഈ പ്രദേശത്ത് നിന്ന് വരുന്ന ആളുകൾക്കൊക്കെ തന്നെ രാജ്യത്ത് എത്തണമെന്നുണ്ടെങ്കിൽ ഈ ഗംഗാനദി കിടക്കണമെന്നില്ല. ഗംഗാനദി നടന്നത് നേടാൻ പറ്റുമോ? അത് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹത്തിന്റെ തീരുമാനമാണോ ആ നദി. അപ്പൊ അദ്ദേഹത്തിന് അറിയാം എന്താണുള്ളത്. അപ്പൊ അതുകൊണ്ടെന്താ പ്രത്യേകമായിട്ട് ഓടിക്കാരന്മാരുണ്ടാവും. അതെ ഞാൻ മനസ്സിലാക്കിയോ? അപ്പൊ ഓടിക്കാരൊക്കെ ആ സമയത്തിലാണ്
ഞാൻ എനിക്ക് ചെയ്യാൻ എന്താണ് എനിക്കുള്ളതായ ആ ശക്തിക്കുള്ള വൈഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അത് പ്രവർത്തിക്കണം. അതിനുള്ള ശക്തിയും വൈഭവവും എനിക്കില്ല. അത് വേണ്ട സമയത്ത് വേണ്ടതോട് ഉപയോഗിക്കാനായിട്ട് അത് സാധിക്കണം. അതാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. പരത്തേക്ക് പറയുന്നത് എന്നെ കുറിച്ച് ജീവിക്കാനാണ് എനിക്ക് മനസ്സിലായിരുന്നില്ല. അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്? വയറൊഴിക്ക് എന്നെ കൂടെ സഹായിച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോ അതിന്റെ അരിശം നേരായവർക്ക് ചെയ്യാൻ എന്നാലോ അതിപ്പോ എങ്ങനെയെങ്കിലും ഒന്ന് ചെയ്തിട്ട് മനസ്സിന് സുഖം കിട്ടാറാണ്. അപ്പൊ അതുകൊണ്ടാ ഞാൻ ഏട്ടൻ അവരെ മുങ്ങി പോയി അവരെ കൊണ്ടുവരൂ കൊണ്ടുവരൂ
Hare